VS എന്നത് ഇങ്ങനെ കൃത്രിമമായി പെരുപ്പിച്ച് കാണിക്കപ്പെട്ട ഒരു ബിംബം മാത്രമാണോ, അതോ വാഗ്ദാനങ്ങൾ നൽകുകയും അത് പാലിക്കുകയും ചെയ്ത ഒരു യഥാർത്ഥ അഡ്മിനിസ്ട്രേറ്റർ ആണോ, അതോ ജനങ്ങളെ ആവേശം കൊള്ളിച്ച് അവർക്ക് സുരക്ഷിതത്വ ബോധം നൽകിയ ഒരു രക്ഷകനാണോ? അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്താണ് അച്യുതാനന്ദന്റെ നേട്ടം എന്ന് ചോദിച്ചാൽ മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പൊ എറണാകുളത്ത് ഞാൻ എം പി ആയിരുന്നു 3 വർഷക്കാലം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയുമായിരുന്നു. നമുക്കങ്ങനെ അടുത്ത് പെരുമാറുന്നതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ കൊച്ചിയിൽ കാണുന്ന കൊച്ചി മെട്രോ, അല്ലെങ്കിൽ വൈറ്റില മൊബിലിറ്റി ഹബ്ബ്, അതല്ലെങ്കിൽ ഇൻഫോ പാർക്ക്, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, ഇത് മറ്റു മുഖ്യമന്ത്രിമാർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുത് പറയാനുണ്ടാവുമല്ലോ. അങ്ങനെയാണുള്ള ഒരു നഗരം, ഒരു പ്രദേശം വളരുന്നത്. പക്ഷെ ആ നേട്ടങ്ങളുടെ പേരിലല്ല ഇന്നിപ്പോൾ അശ്രു വാർത്തുകൊണ്ട് ആ സഞ്ചാരപഥത്തിൽ കാത്തു നിൽക്കുന്ന മലയാളികൾ, അച്യുതാനന്ദനു വേണ്ടി കാത്തു നിൽക്കുന്ന, ഒരു അന്ത്യദർശനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ. അവർ അച്യുതാനന്ദന്റെ ഈ വക നേട്ടങ്ങളല്ല അവരുടെ മനസ്സിലുള്ളത്. അവരുടെ മനസ്സിലുള്ളത് അവർ പ്രതീക്ഷിക്കുന്ന ഒരു നേതാവ്. ജനം അങ്ങനെയാണല്ലോ, അവരെപ്പോഴും ഒരു നേതാവിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ സങ്കല്പത്തിലുള്ള ഒരു ഐഡിയൽ ലീഡർ, അതാണ് അച്യുതാനന്ദൻ. അത് അദ്ദേഹം എങ്ങനെ നേടിയെടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയും പരിശോധിക്കേണ്ടതാണ്. ജനാധിപത്യത്തിന് അദ്ദേഹം ഇപ്പൊ വികസനത്തെ കുറിച്ചൊക്കെ വളരെ തർക്കമൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നിൽക്കട്ടെ. ജനാധിപത്യത്തിന് ഏറ്റവും വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് അച്യുതാനന്ദൻ. കാരണം ഇത്തരത്തിൽ വിശ്വാസ്യതയുള്ള, ആശ്രയിക്കാൻ പ്രാപ്തമായ നേതാക്കളിലൂടെയാണ് ജനങ്ങൾക്ക് ജനാധിപത്യത്തെ കുറിച്ച് വിശ്വാസം ഉണ്ടാകുന്നത്. ആ ജനാധിപത്യ ചിന്ത ശക്തിപ്പെടുത്തുന്നതിന് അച്യുതാനന്ദൻ സ്വന്തം പ്രവർത്തികൾ, കമ്മ്യൂണിസത്തെ അല്ല ശക്തിപ്പെടുത്തിയത്, ജനാധിപത്യത്തെയാണ്. കാരണം അത്തരം നേതാക്കളെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നേതാവില്ലെങ്കിൽ എന്ത് ജനാധിപത്യം സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ബോധപൂർവം സ്വയം ഒരു ബ്രാൻഡായി മാറുകയായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, അതിന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ബ്രാൻഡായി മാറി. ആ ബ്രാൻഡ് എന്നത് രാഷ്ട്രീയത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നന്മകളുടെ ഒരു സമാഹാരം ആണ്.